ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാനൊരു വിത്തൗട്ട് ഈസ്റ്റ് സോഡയുടെയൊക്കെ ഒരു അപ്പം ഇട്ടില്ലേ, നല്ല സോഫ്റ്റായിരുന്നു. പക്ഷേ ജൂലി നാട്ടിൽ പോയപ്പോഴും അവളുടെ മമ്മി ഇങ്ങനെ ഉണ്ടാക്കി. ഈസ്റ്റ് ചേർക്കുന്നതിൻ്റെ അത്രയും വന്നില്ല, എന്നാലും കുഴപ്പമില്ല എന്നാ കമൻറ്റിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിരുന്നു. പക്ഷേ ഈസ്റ്റിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലേ, അത് കിട്ടിയില്ലെന്നേ ഉള്ളൂ. അല്ലാതെ നല്ല സോഫ്റ്റായിരുന്നു. അത് വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റായിരുന്നെന്ന്. കാരണം അത് വൈകുന്നേരമായിട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു, അതുപോലെ സോഫ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ ചിലർക്കൊക്കെ ഈസ്റ്റൊക്കെ കഴിക്കുമ്പോഴൊക്കെ നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെ വരുമല്ലേ. എൻ്റെ അമ്മയ്ക്ക് അത് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നീട് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരുടെയും ഓണം എവിടെ വരെയായി, വാതുക്ക വരെ എത്തിയോ? അപ്പോൾ ഞാനങ്ങനെ ഓണം റെസിപ്പികളൊന്നും ഇട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്കിത്തിരി സമയവും ഇല്ല. ഇപ്പോൾ ഇത്തിരി അച്ചാറുകളിൻ്റെയൊക്കെ അതിൻ്റെ ബിസിയിൽ നമ്മുടെ എൻ്റെ ഒരു ജോലിയല്ലേ അത്. അപ്പോൾ അതിനല്ലേ ഞാൻ മെയിൻ ഇത് കൊടുക്കുന്നത്. പിന്നെ വീഡിയോ ഒക്കെ എങ്ങനെയൊക്കെ ഞാൻ എടുത്തിടുന്നു. കഴിവതും ഞാൻ വീഡിയോ ഇപ്പം വ്ളോഗ് എനിക്ക് ഇടാൻ സമയം കിട്ടിയില്ല എങ്കിലും ഞാൻ ഈ സമയം കിട്ടുമ്പോൾ ഞാൻ ഈ ചില റെസിപ്പികൾ ചോദിച്ചിട്ടില്ലേ, ജെനിഫർ പിന്നെ ജൂലിയ ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ റെസിപ്പി സൗണ്ട് ഉണ്ടാക്കാതെ, അതുകൊണ്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് അതിന് വേണ്ടി ഇടയ്ക്ക് ഞാൻ വോയിസ് ഓവർ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ അതെങ്കിലും ഞാൻ വീഡിയോ ഇടും. കഴിവതും ഇടാൻ ശ്രമിക്കാം. പ്രൈസ് ആൻഡ് സൗണ്ട് ഉണ്ടാക്കാതെ. അപ്പോൾ ഇനിയും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പോയി. ഇന്നൊരു അടിപൊളി ഒരു റെസിപ്പി ഉണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്യണം. അത് ചപ്പാത്തി അപ്പത്തിനൊക്കെയാണ് കൂടുതൽ നല്ലത്. നമ്മുടെ നോക്കൂ, ഞാനത് വേറൊരു റെസിപ്പിക്ക് വേണ്ടി അത് വെച്ചിരുന്നതാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു എവിടോ പിക്നിക്കിന് പോയണ്ടേ ഇങ്ങനെ ചായയുടെ കൂടി ഉടുപ്പി അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഇതിങ്ങനെ ഈ ചായയുടെ കൂടെ സ്നാക്സ് അല്ല, അല്ലാതെ ഈ പോപ്കോണൊക്കെ ഇങ്ങനെ ചെയ്യത്തില്ല, അതുപോലെ കടലമാവിലിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന്. ഇതും നല്ല അടിപൊളി റെസിപ്പിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഓക്കെ, രാവിലെ അന്ന് ഞാൻ ബ്രെഡും കൊണ്ട് ഒരു ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങിൻ്റെയൊക്കെ മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ, സ്റ്റഫിങ്. അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഞാനതാ പറഞ്ഞത്, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സ്റ്റഫിങ് വെച്ച് നമ്മളിങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്നത് അവർക്ക് ഇഡലി ദോശയൊക്കെ ഇഷ്ടം ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ആ ബാക്കിയുള്ള മസാലയ്ക്കകത്ത് ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസും ഇട്ടിട്ട് സെയിം ബ്രെഡിൻ്റെ അകത്ത് ഞാൻ അന്ന് ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തതുപോലെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച്. അപ്പം നമുക്കും ജോലി എളുപ്പം, അവരും സന്തോഷം, നമ്മൾ സന്തോഷം. അങ്ങനെ ഞാനിതൊന്ന് മസാലയൊന്ന് റെഡിയാക്കിയേക്കാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയിലും റോൾ ചെയ്ത് ഇങ്ങനെ കൊടുത്തു വിടാം. പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് സവാള ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു സവാളയുടെ ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇല്ല ഫ്രാങ്കിയൊക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ ഒരു ടേസ്റ്റ് കിട്ടും. കുക്കുംബർ വേണമെങ്കിൽ ഈ കുക്കുംബറൊക്കെ കണ്ടിച്ചിട്ടേ ഇച്ചിരി ഇങ്ങനെ റോള് ചെയ്ത് ഫോയിൽ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അവർക്ക് കഴിക്കാൻ നല്ലതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും, വലിയ പിള്ളേർക്ക്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കാക്കത്തില്ല. അപ്പോൾ ഞാനതിങ്ങനെ ബ്രെഡുകളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ ഇനിയും കാണിക്കുന്ന ക്ലിപ്പുണ്ടല്ലേ, ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേന്ന് രാത്രി ഞാൻ ഒരു 11:30, ഞങ്ങളുടെ പ്രെയർ എല്ലാം കഴിഞ്ഞിട്ടൊരു 11:30 ആയി. ഞാൻ ഇങ്ങനെ എന്തോ ഒരു പിഷ് പിഷ് അങ്ങനൊരു സൗണ്ട്. ഞാൻ പറഞ്ഞത് എന്താ ഈ സൗണ്ട്, കുറേ നേരം കൊണ്ടേ കേൾക്കുന്നു. അപ്പോൾ പോൾമോൻ പറഞ്ഞു, മമ്മി സൊസൈറ്റിയുടെ അവിടെ താണ്ടെ അങ്ങ് ഇവിടെ നാളെ അലങ്കരിക്കാനുള്ള ബലൂൺ വീർപ്പിക്കുക, ഇല്ല മിഷ്യനും കൊണ്ടേ ഇല്ല എയർ നിറച്ച്, അതാ ഈ സൗണ്ട് കേട്ടത്. ഞാൻ കുറേ നേരം കൊണ്ട് ചെവി ഏർക്കും, ഇതെന്താ
ഒന്നല്ല രണ്ടല്ല കുറേ നേരം കൊണ്ട് കേൾക്കുന്നു. പിന്നെ ഗതികെട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്നുള്ള ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറഞ്ഞുപോയി. കുറച്ച് ഞാൻ എടുത്ത് രാവിലെ എല്ലാവരും താഴെ പോയി, എല്ലാം കഴിഞ്ഞിട്ട് കയറി വന്ന് അവിടെ നാസ്തയൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചാൽ രാവിലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെജിറ്റബിളെല്ലാം തീർന്നിരിക്കുമായിരുന്നു. കുറച്ച് ടൊമാറ്റോയും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഞാൻ ടൊമാറ്റോ ഫ്രിഡ്ജിൽ വെക്കാറില്ല, ഇങ്ങനെ ഈ കൂടക്കകത്ത് ഇങ്ങനെ വെക്കും, ഒരാഴ്ചയോളമൊക്കെ ഇരിക്കും. അതേസമയം ഏതെങ്കിലും ഒരെണ്ണം ഇത്തിരി പന്നലായിട്ടെങ്ങാനും ഉള്ളതുണ്ടെങ്കിൽ അതുടനെ എടുത്ത് മാറ്റിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളത് തുടങ്ങ് പന്നലാകും. അല്ലാതെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഇല്ല. അങ്ങനെ എന്നോട് ഇന്നാൾ ഈ റീനയും ചോദിച്ച്, റീന ജേക്കബ് ചേച്ചി ടൊമാറ്റോ ഫ്രിഡ്ജിൽ വെക്കാറില്ലേന്ന്. ഞാൻ വെക്കത്തില്ല. സവാളയും പൊട്ടറ്റോയും നെയ്യും ഇതും ഇങ്ങനെ വെക്കത്തേ ഇല്ല. അപ്പോൾ ഞാൻ ബാക്കി വെണ്ടയ്ക്ക, പയർ, പിന്നെന്തുവാ നമ്മുടെ കോവയ്ക്ക, അതൊക്കെ, പിന്നെ അമരപ്പയറും കൊണ്ടുവന്നു. അമരപ്പയർ പണ്ട് ഇവിടെ ഞാൻ തോരൻ വെക്കുന്നതിന് ഇവർക്കൊന്നും ഇഷ്ടമല്ല, കയ്പ്പാന്ന് പറയായിരുന്നു. അപ്പം ഞാൻ വെച്ച് കൊടുത്തോണ്ടേ കയ്പ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ആ സൈഡിൽ മുരുത്തതുണ്ടെങ്കിൽ ഞാൻ എടുത്ത് മാറ്റും, അല്ലെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കറി വെക്കുന്നത് ദാണ്ട ഈ കോണും കൊണ്ടാണ്, നമ്മുടെ ഈ ചോളം. അപ്പം നിങ്ങൾക്ക് എത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതിൽ കോണിൽ അളവ് വരുത്താം. ഇതിപ്പം ചെറിയ കോണായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ 3-4 ദിവസമായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിള്ളേർക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ കോണിങ്ങനെ ബോയിൽ ചെയ്തിട്ട് മസാല ഇട്ട് ഈ ചാറ്റ് മസാലയൊക്കെ ഇട്ട് തിന്നാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാനിത് വേറൊരു റെസിപ്പിക്ക് വേണ്ടി വെച്ചാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത് ചെയ്യാമെന്ന് വെച്ച് അതിൻ്റെ ആ മോടത്തിൻ്റെ അവിടെ ഇച്ചിരി ഒന്ന് ചൊക്കിപ്പോയായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടിച്ച് കളഞ്ഞു. എന്നിട്ട് അതിൽ ഇച്ചിരിയുള്ള ഈ നൂല് പോലൊക്കെയുള്ള ഇതൊക്കെ അതെല്ലാം അങ്ങ് ഇളക്കി കളഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് എൻ്റെ ഈ ഒരെണ്ണേ ഉള്ളായിരുന്നു, ക്യാരറ്റ് ഒരെണ്ണം കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പോൾ ഇത്ര എണ്ണത്തിന് ഒരു ക്യാരറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ടൊമാറ്റോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു 3 എണ്ണം എടുത്ത്, വലുതാണെങ്കിൽ ഒരെണ്ണം കാണും മതി. അതുപോലെ 2 സവാള എടുത്തിട്ടുണ്ട്. ഈ കോണിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, കിറുകിറായി അങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കും. നല്ലതായിരുന്നു, അടിപൊളി കറിയായിരുന്നു. ആ കോൺ നന്നായിട്ടൊന്ന് കഴുകണേ. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് നൂല് പോലെ കാണുമെന്ന്, അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനിതെല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം മതി, 1 കപ്പ് വെള്ളം എങ്ങാനും മതി. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 2 വിസിലടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് നിങ്ങൾക്കറിയാമല്ലേ, ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. 2 വിസിലടിക്കുമ്പോഴത്തേന് ഇതെല്ലാം ഒന്ന് റെഡിയായി കിട്ടും. അതനുസരിച്ച് വിസിലടിക്കുക. അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വേവുന്നതാണെങ്കിൽ ടൊമാറ്റോയൊക്കെ അങ്ങ് അളിഞ്ഞു പോവും, അതുപോലെ വരരുത്. ഞാൻ ഉരുളൻകിഴങ്ങ് ഇടാൻ മറന്നുപോയി, ഇതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 വിസിൽ വരട്ടെ. 2 വിസിലൊക്കെ അടിച്ചു. ഞാൻ അതിൻ്റെ പ്രഷർ ഇച്ചിരി ഒന്ന് ലാസ്റ്റുള്ള അതുകൂടെ ഒന്ന് തുറന്ന് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു വെള്ളം ഒരു കിണ്ണക്കപ്പയിൽ കിഴുത്ത് കപ്പയിൽ പാത്രത്തിൽ ഇതിട്ടിട്ട് നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ ഈ ടൊമാറ്റോ ഉണ്ടല്ലോ, ഇത് ഇച്ചിരി ഒന്ന് വെന്ത് പോയി. ഞാനതിങ്ങനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്, കാരണം നമുക്കതിൻ്റെ തൊലി എടുത്തങ്ങ് മാറ്റണം. ബാക്കിയെല്ലാം പിന്നെ എങ്ങനെ അരിയുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം. എല്ലാം കൈ പൊള്ളാതെ എടുക്കണേ. ഇതിലെ ചെറിയ ടൊമാറ്റോയും ഒത്തിരി അങ്ങ് നല്ല പഴുത്ത ടൊമാറ്റോ ആയിരുന്നു, അതുകൊണ്ടാണ് 2 വിസിലടിച്ചപ്പോഴത്തേന് അത് ഇങ്ങനെ അങ്ങായിപ്പോയെ. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല 1-2 ക്യാരറ്റൊക്കെ ചേർക്കാം, അതുകൊണ്ടിട്ട് ഇങ്ങനെ അരച്ച് കൊടുക്കുന്നു. ഇത് തണുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരയ്ക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അവരുടെ വയറ്റിൽ അങ്ങ് ചെന്നോളൂ. ഈ പീസ് കിടക്കുമ്പോഴേലും ഇവിടുത്തെ പിള്ളേരുടെ കൂട്ട് മാറ്റി വെക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ മട്ടർ ഉണ്ടെങ്കിൽ മട്ടറും ചേർക്കാം കേട്ടോ. മട്ടറും പക്ഷേ ഇതിൽ കുക്കറി വേവിക്കേണ്ട മട്ടർ സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനത് തണുക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ മുറിച്ച് ഇതിലേക്കൊന്ന് ഇടുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ക്യാരറ്റ് കുറവായിരുന്നല്ലേ, അപ്പം ഞാൻ ചെറിയൊരു പീസ് ഇങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് കറിക്കകത്ത് അങ്ങനെ പീസാക്കി ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ അരിഞ്ഞിതിട്ടിട്ട് നമുക്ക് ബാക്കിയെന്ന് പറഞ്ഞാൽ ഈ ടൊമാറ്റോയും ഉള്ളിയും ക്യാരറ്റും
കോൺ നമുക്ക് ഇതിലിടണ്ട. ഞാനൊരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൂടുതലായി. അത് നമുക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ അല്ല അരയ്ക്കേണ്ടത്. ഇത് നമുക്കൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അരച്ച് നോക്കാം. അഥവാ വെള്ളം ഒഴിക്കാതെ അരഞ്ഞില്ല എങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കണേ. ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കോൺ താണ്ട് ഇങ്ങനെ ഒന്ന് കണ്ടിച്ചെടുക്കാം. അതിൻ്റെ കട്ടിഭാഗം ഉണ്ടല്ലോ, കൂഞ്ഞെന്ന് പറയുന്നത്, അത് ഒത്തിരി അങ്ങ് അകത്തോട്ടാക്കി കണ്ടിക്കരുത്. കോൺ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒത്തിരി അങ്ങ് ഡീപ്പായിട്ട് അകത്തോട്ട് പോകരുത് പിച്ചാത്തിയെ. ഇങ്ങനെ നമുക്കിതൊന്ന് കണ്ടിച്ചെടുക്കാം. കണ്ടിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇതിളാക്കുന്നുണ്ടേ അതെല്ലാം ഒന്ന് ഓരോ അല്ലിയായിട്ട് കിട്ടും നമുക്ക്. അപ്പം ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കടുക്, ഒരു ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിലേക്ക് നമ്മൾ അരച്ച് അത് ടൊമാറ്റോ ഇതൊക്കെ അരച്ചില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണേ. അതിന് വെള്ളത്തിൻ്റെ മയം ഉള്ളതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കും. ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതിൻ്റെ അകത്തെ ഈ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലേ അതൊന്ന് പോകുന്നിടം വരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം ഇതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വരണം. നമ്മൾ വേവിച്ചു എങ്കിലും അതിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റ് കാണും. അതുകൊണ്ട് അതൊന്ന് നന്നായി മൂത്ത് വരണം. ഇതിൻ്റെയൊക്കെ ആ വെള്ളത്തിൻ്റെയൊക്കെ അംശമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ഇതിൻ്റെ എല്ലാം ഈ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ നമുക്ക് ചെറിയ തീയിൽ ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഈ കറിക്ക് ജീരകം കൂടെ ഇച്ചിരി ചേർക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ച് 1/4 ടീസ്പൂൺ വേണമെങ്കിൽ ഒരു നുള്ള് ചേർക്കാം. പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയുണ്ടെങ്കിൽ ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഇത്തിരി നമ്മൾ അരച്ചതിൻ്റെ അതൊക്കെ ഇത്തിരി ഒന്ന് പറ്റിയിരിപ്പുണ്ടായിരുന്നു. ആ മിക്സിയുടെ ജാർ ആദ്യം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കറി ഒത്തിരി അങ്ങ് ലൂസാക്കണ്ട, ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അതൊന്ന് തിളച്ച് വരാനായിട്ട് ഞാൻ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും ഇത്തിരി നെയ്യൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് മാത്രം ചേർക്കുകയാണെങ്കിൽ അതൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഓയിലൂടെ ചേർത്തത്. ഇപ്പം നെയ്യില്ല എങ്കിൽ ഓയിൽ മാത്രം മതി. കാരണം നെയ്യൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആ കറിക്കും കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ആ ക്യാപ്സിക്കത്തിൻ്റെ അകത്തെ അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് കോണോട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇച്ചിരിയും കൂടെ ഉണ്ടെങ്കിൽ ചേർക്കാമേ, എൻ്റെ കുറവായിരുന്നു. പിന്നെയും ഉരുളൻകിഴങ്ങ് എന്നിട്ട് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം വെന്തതാ, എന്നാലും ആ നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒന്ന് കുച്ചേരം ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളവിടെ അരപ്പിങ്ങനെ നമ്മൾ അരച്ചതൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചാൽ ഞാൻ ഈ അടച്ച് വെക്കാൻ കാര്യം എന്നിട്ട് ചെറിയ തീയിലിട്ടിരുന്നേ. അടപ്പ് വെച്ച് നമ്മളിങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് മുകളിൽ നിൽക്കും. ആ പരുവാകുമ്പോൾ നമ്മൾ ഈ നമ്മൾ ഈ കോണും ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തില്ലേ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നായിരുന്നു. അതെല്ലാം കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് തിള വരട്ടെ. നമ്മളിതുകൂടെ ഇട്ടതിന് ശേഷം ഒന്ന് തിള വരട്ടെ. തിള വരുന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ കറിയൊക്കെ ഒന്ന് തിക്കായി ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എന്നിട്ടിതിൽ ആ ജാറൊക്കെ ഒന്ന് കഴുകിയാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി താണ്ടെ ഇത് തണുക്കുന്നുണ്ടെങ്കിൽ കുറേയും കൂടെ അങ്ങ് തിക്കാവും. ഈ പരുവത്തിലൊക്കെ നമ്മളൊന്ന് എടുക്കണം. കാരണം അല്ലെങ്കിൽ കുറേയും കൂടെ അങ്ങ് തിക്കായിപ്പോവും. അതിനിപ്പോൾ ഒരു ഇച്ചിരി ടേസ്റ്റ് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതൊരിച്ചിരി ഒന്ന് ഇത്തിരി അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ആവി പോലെ വരട്ടെ, പുക പോലെ.
ജസ്റ്റ് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു നല്ല യെല്ലോ കളറാണ് കേട്ടോ. ഇനി ഞാൻ തീ ഓഫാക്കുക. കസൂരി മേത്തി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതുണ്ടെങ്കിൽ അത് ഇച്ചിരി ചേർത്ത് കൊടുക്കണേ. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇച്ചിരി നമ്മൾ പാൽപ്പാട എടുത്ത് വെച്ചതുണ്ടായിരുന്നു, അതൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. ഇത്രയും നെയ്യുണ്ട്. ഞാൻ കുറേ നാളുകൊണ്ട് ഇടയ്ക്കൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു, ഇപ്പോൾ ഒത്തിരി നാളായി ചെയ്തിട്ട്. ഈ പാട എടുത്ത് ഞാൻ ഫ്രീസറിലാണ് വയ്ക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒത്തിരി നാളാകുമ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പം നമ്മുടെ കറി ഇവിടെ, കോണും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.